ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ മാധവ് സാറാണ്. SSLC കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ഏതൊരു ടോപ്പിക്സും വളരെ ഈസിയായി നിങ്ങളിലോട്ട് എത്തിക്കാൻ, എക്സാം ഹാളിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഓർത്തെടുക്കാൻ പറ്റുന്ന വിധത്തിൽ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ വളരെ ഈസിയായി നിങ്ങളിലോട്ട് മുഴുവൻ ടോപ്പിക്സും എത്തിക്കാൻ വേണ്ടി ഞാൻ ആരംഭിച്ചിരിക്കുന്ന പുതിയ ഒരു സീരീസാണ് ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന 5 റിയാക്ഷനുകളാണ്. ഈ റിയാക്ഷനുകൾ പഠിച്ച് മറ്റു ടോപ്പിക്സ് പഠിക്കുമ്പോൾ തിരിച്ച് വീണ്ടും ഇവിടെ വരുന്ന സമയത്ത് ഈ റിയാക്ഷനുകൾ ഒന്നും തന്നെ ഓർമ്മയില്ല. ഈ 5 റിയാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. എന്തൊക്കെയാണ് ചേർക്കുന്നത്, ഏതൊക്കെ റിയാക്ഷൻ, എങ്ങനെയാണ് ഓർഡർ എന്നീ കാര്യമൊന്നും തന്നെ അറിയുന്നില്ല എന്ന് പല ആൾക്കാർ പറയുന്നുണ്ടായി. വളരെ ഈസിയായിട്ട് നമുക്ക് ഈ 5 റിയാക്ഷനും ഓർത്ത് വെക്കാൻ പറ്റുന്ന വിധത്തിൽ, എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള, വളരെ ഹൈറ്റ് കൂടിയ വലിയൊരു ഫർണസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ 4 ആൾക്കാരെയാണ് നമ്മൾ ചേർക്കുക. മുകളിലൂടെ 3 പേരെയും താഴത്തൂടെ ഒരാളെയും ചേർക്കുന്നുണ്ട്. താഴത്തൂടെ ചേർക്കുന്നത് ഓക്സിജൻ ആണ്. മുകളിലൂടെ ഇടുന്ന 3 ആൾക്കാരുടെ പേര് ഓർത്ത് വെച്ചിരിക്കണം. അവിടെ ഹേമറ്റൈറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് അവിടെ വേണ്ട ഓറായിട്ടുള്ള ഹേമറ്റൈറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. കോക്ക് ചേർക്കുന്നുണ്ട്. ലൈം സ്റ്റോൺ ചേർക്കുന്നുണ്ട്. ഈ ഓരോ ആൾക്കാരെയും ഓർത്ത് വെച്ചോളൂ. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3, കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അഥവാ CaCO3 ആണ്. നമ്മുടെ കക്കോസറിയാണ് CaCO3. അപ്പം 3 ആളുകളെ മുകളിൽ നിന്ന് ഇടുന്നുണ്ട്, താഴത്ത് നിന്ന് ഓക്സിജനും പോകുന്നുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ റിയാക്ഷനുകൾ നിങ്ങൾക്ക് ഇതേ ഓർഡറിൽ എഴുതാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മുകളിൽ നിന്ന് ആദ്യം കോക്കിനെ ഇടുക, കാർബണിനെ ഇടുക, അടിയിലുള്ള ഓക്സിജനും കൂടെ പറഞ്ഞേക്കുന്നുണ്ട്. ഓക്കെ, മുകളിൽ നിന്ന് കാർബൺ ഇടുന്നു, താഴത്തു നിന്ന് ഓക്സിജൻ ഇടുന്നു. അപ്പോൾ മുകളിൽ നിന്ന് വീഴുന്ന കാർബണും, ഇതാണ് ഈ ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാവുന്നതാണ്. മുകളിൽ നിന്ന് വീഴുന്ന കാർബണും താഴത്തുനിന്ന് പോകുന്ന ഓക്സിജനും കൂടെ ചേർന്നുകൊണ്ട് എന്തുണ്ടാവുകയാണ്? CO2 ഉണ്ടാവുകയാണ്. CO2 ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം എന്തുകൂടെ ഉണ്ടാകുന്നുണ്ട്? കുറേ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, താപവും ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ മുകളിൽ നിന്ന് വീഴുന്ന കാർബണും താഴത്തെ ഓക്സിജനും കൂടി ഇവിടെ CO2 ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. താഴത്തെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ നേരെ മുകളിലോട്ട് പോകുമേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുകളാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ മുകളിലോട്ട് പോകും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും കാർബണുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാർബണുകൾ വീഴുന്നു. ആ കാർബണുകൾ വന്ന് ഇവനോടൊപ്പം ചേർന്ന് ഒരു ഓക്സിജനും കൂടെ പറിച്ചെടുക്കും. അപ്പോൾ അവനും ഒരു ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ 2 CO അവിടെ ഉണ്ടാകും. ഓക്കെ, CO2വിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓക്സിജൻ ആര് വാങ്ങിക്കുന്നു? ആ ഒരു കാർബൺ വാങ്ങിക്കുന്നു. അപ്പോൾ CO ഉണ്ടാകുന്നു. 2 CO മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. അല്ല, ഇവിടെ ഒരുപാട് 2 CO അല്ലട്ടോ മക്കളെ. ഇവിടെ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കാർബൺ മോണോക്സൈഡുകളാണ് ഉണ്ടാവുക. 2 ആൾക്കാരെന്ന് വിചാരിച്ച് വെക്കരുത്. കോടാനുകോടി കാർബൺ മോണോക്സൈഡുകൾ അവിടെ ഉണ്ടാവും. ഈ കാർബൺ മോണോക്സൈഡാണ് ഇതിനകത്ത് ഇപ്പോൾ മൊത്തമായി നിറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്തിനാണ് ഈ കാർബൺ മോണോക്സൈഡ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? റിഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ്, നിരോക്സീകാരിയായിട്ടാണ്. നമ്മൾ അടുത്തത് ചേർക്കുന്നു ഹേമറ്റൈറ്റ്. നമ്മൾ ചേർക്കുന്ന ഹേമറ്റൈറ്റ് ഏതാണത്? Fe2O3. ഈ ആൾക്കാരെ ഓർത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ വളരെ ഈസിയാണ്. Fe2O3. ഈ Fe2O3 മുകളിൽ നിന്ന് ഇടുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ആരെ മാത്രമാണ്? Fe മാത്രമാണ്. ഈ ഓക്സിജനെ പറിച്ചുകൊണ്ട് പോകണം. ഈ ഓക്സിജൻ നമ്മുടെ കയ്യിൽ വേണ്ട. Fe2O3യിൽ നിന്ന് ഓക്സിജനെ കളയാൻ റെഡി ആയിട്ട് ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഒരുപാട് സിഒകളുണ്ട്. ഇതിനകത്ത് ഒരുപാട് സിഒകളുണ്ട്. ആ CO എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് വീഴുന്ന Fe2O3ൻ്റെ കയ്യിൽ നിന്നുള്ള ഓക്സിജനൊക്കെ വലിച്ചെടുക്കുന്നു. ഇവനെന്ത് ചെയ്യുകയാണ്? മുകളിൽ നിന്ന് Fe2O3 വീഴുമ്പോൾ ഈ താഴത്തുള്ള സിഒകളൊക്കെ ഓരോരുത്തരും ഓരോ ഓക്സിജനെ വലിച്ചെടുക്കുന്നു. ഈ സിഒകളെല്ലാം ഓരോ ഓക്സിജനെ വലിച്ചെടുത്താൽ സിഒകളൊക്കെ എന്തായിട്ട് മാറും? CO2കളായിട്ട് മാറും. ഒരു CO എത്ര ഓക്സിജനാണ് വലിച്ചെടുക്കുക? ഒരു സിഒനെ കൊണ്ട് ഒരു ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റും അല്ലേ? ഒരു CO ഒരു ഓക്സിജനെ വലിച്ചെടുത്താൽ CO2 ആയി. ഓക്കെ, ഇവിടെ CO ഞാൻ ചേർക്കുന്നു. അപ്പോൾ CO ഇവിടെ ചേർന്നു. റെഡി. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഒരു CO ഒരു ഓക്സിജനെയാണ് വാങ്ങുക. 3 ഓക്സിജനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര സിഒകൾ അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ടി വരും? 3 സിഒകൾ പങ്കെടുക്കണം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന, ചിലർക്കും തോന്നുന്ന ഡൗട്ട്, സാർ ഇവിടെ 2 CO അല്ലേ ഉള്ളൂ, ഇവിടെ എങ്ങനെ 3 എണ്ണം വന്നു? അതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 2 സിഒകളല്ല, കോടാനുകോടി സിഒകളുണ്ട്. അതിൽ 3 എണ്ണം മാത്രം ഇവരോടൊപ്പം റിയാക്ട് ചെയ്യുന്നു. ഒരു Fe2O3നോടൊപ്പം ഒരു 3 CO മാത്രം എന്ത് ചെയ്യുകയാണ്? റിയാക്ട് ചെയ്യണം. ഈ 3 സിഒകൾ ഇവിടെയുള്ള 3 ഓക്സിജൻ വലിച്ചെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3 CO2കൾ കിട്ടും. 3 CO2കൾ കിട്ടും. അപ്പോൾ ബാക്കി നിൽക്കുന്നത് ആരാണ്? Fe മാത്രമാണ്. എത്ര Fe ആണ് ബാക്കി നിൽക്കുന്നത്? 2 Fe മാത്രം. അപ്പോൾ 2 Fe ബാക്കി നിൽക്കും. നോക്കണേ മക്കളെ, ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള Fe കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാണ് സാർ നമ്മൾ അവിടെ CaCO3 ചേർക്കുന്നത്? ഇവിടെ നമുക്ക് Fe കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളാണ് ഗാങ് എന്ന് പറയുന്നത്, അഥവാ ഇംപ്യൂരിറ്റി വേസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? SiO2 ആണ് അല്ലേ? സാൻഡ് SiO2 ആണ്. ഈ SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങിനെ കളയാൻ ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്.
ഈ ഗ്യാങ്ങിനെ കളയാൻ വേണ്ടി നമ്മളിവിടെ ചേർക്കുന്ന ഫ്ലക്സ് ആണ് CaO. അപ്പോൾ ഇവിടെ ചേർക്കുന്ന ഫ്ലക്സ് ആണിത്. റെഡി. ഈ CaOയും CO2 കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലാഗ് കിട്ടും. സ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ലാഗ് ഏതാണ്? CaSiO3 സ്ലാഗ് ആണ്. റെഡി. സ്ലാഗ്. റെഡി. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് CaCO3 ആണ്, അഥവാ ലൈംസ്റ്റോൺ. CaCO3 ആണ് നമ്മളിവിടെ ചേർത്ത്. ഓക്കെ, CaCO3 ആണ് നമ്മളിവിടെ ചേർത്ത്. പക്ഷേ ഇവിടെയോ COO വന്നിട്ടുള്ളൂ. ഈ CO എവിടെ നിന്നാണ് വന്നു സാർ? നോക്കിക്കേ, 1 2 3 4 റിയാക്ഷനുകൾ പഠിച്ചു. 5 റിയാക്ഷനുകൾ നമുക്ക് പഠിക്കാനുള്ളത്. 4 റിയാക്ഷനുകൾ പഠിച്ചു. ഈ ഗ്യാങ്ങും ഫ്ലക്സും ചേർന്ന സ്ലാഗ് ഉണ്ടാകുന്ന കാര്യം വരെ ക്ലിയർ ആണ്. ഈ CaO എവിടെ നിന്ന് വന്നു സാർ? നമ്മൾ ചേർത്ത ലൈംസ്റ്റോൺ ഇല്ലേ, CaCO3. ഈ CaCO3 എന്ന് പറയുന്ന ആളെ നമ്മൾ മൂന്നാമതായിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇടുന്നു. ഈ മുകളിൽ നിന്ന് CaCO3 താഴത്ത് വരുമ്പോൾ ഇവിടെയുള്ള ചൂട് കാരണം അത് രണ്ടായിട്ട് വേർപിരിയും. ചൂട് കാരണം ഈ ട്രയാങ്കിൾ ഇട്ടിരിക്കുന്ന ഡെൽറ്റ എന്നാണ് പറയുക, ഹീറ്റാണ്, ചൂടാണ് കേട്ടോ. ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഈ CaCO3 എന്തായിട്ട് മാറും? CaO ആയിട്ടും CO2 ആയിട്ടും മാറുന്നു. റെഡി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് CO-കളും CO2-കളൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ വേണ്ടാത്ത ഈ ഗ്യാസുകളൊക്കെ പുറത്തോട്ട് പോകാൻ, വേണ്ടാത്ത ഗ്യാസുകൾ കേട്ടോ, പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിരിക്കുന്ന, ഗ്യാസുകളെല്ലാം പുറത്തോട്ട് പോകും. അപ്പോൾ മുകളിൽ നിന്ന് ഇടുന്ന ആൾക്കാരെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആദ്യം നമ്മൾ ഇടുന്നത് കാർബൺ ആണ്, താഴത്ത് കൊടുക്കുന്നത് ഓക്സിജനാണ്. കാർബണും ഓക്സിജൻ ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് വീഴുമ്പോൾ വീണ്ടും അവിടെ നിന്ന് കാർബൺ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. വീഴുന്ന കാർബണും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന CO-കൾ ഉണ്ടാകുന്നു. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിന് മുഴുവനായിട്ട് CO-കളാണ്. അതിനുശേഷം നമ്മൾ ഹേമറ്റൈറ്റ് ഇടുകയാണ്. Fe2O3 മുകളിൽ നിന്ന് വീഴുമ്പോൾ Fe2O3 കയ്യിലുള്ള ഓക്സിജനൊക്കെ വലിച്ചെടുക്കാൻ താഴത്തെ CO-കളൊക്കെ റെഡി ആയിരിക്കുകയാണ്. 3 CO വീതം എന്ത് ചെയ്യുകയാണ്? 3 ഓക്സിജൻ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് Fe വേറെ, CO2 വേറെ ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് CO2-കൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനപ്പുറത്ത് നമ്മൾ ചേർക്കുന്നതാണ് ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞ CaCO3. ഈ CaCO3 നമ്മൾ മൂന്നാമതായിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇടുന്ന സമയത്ത് അത് ചൂട് കാരണം രണ്ടായിട്ട് വേർപിരിയും. എന്തൊക്കെയായിട്ട്? CaO ആയിട്ടും CO2 ആയിട്ടും. ഓക്കെ, CaO CO2 ആയിട്ട് മാറും. ആ CaO ആണ് ആക്ച്വലി ഇവിടുത്തെ എന്ത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള, അഥവാ ഗ്യാങ് ആയിട്ടുള്ള SiO2 ആയിട്ട് ചേരുകയാണ്. CaO പ്ലസ് SiO2 ഗേസ് CaSiO3 എന്ന് പറയുന്ന സ്ലാഗ് ഉണ്ടാകുന്നു. നിങ്ങൾക്കിനി വളരെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന ഏത് ടോപ്പിക്സും ഈ വീഡിയോന് താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അത് എന്നാൽ കഴിയുന്ന വിധത്തിൽ വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് ഒരുപാട് ട്രിക്സും മറ്റു കാര്യങ്ങളുമായിട്ട് നിങ്ങളോട്ട് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിൽ വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ ഷെയർ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിട്ടിൽ ടോപ്പിക്കണം. താങ്ക് യു.